വളാഞ്ചേരി കാട്ടിപ്പരുത്തി വില്ലേജ് കെട്ടിട നിർമ്മാണ പ്രവൃത്തി അന്തിമഘട്ടത്തിൽ. പ്രവർത്തികൾ വിലയിരുത്തുന്നതിനായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA കെട്ടിടം സന്ദർശിച്ചു. സ്മാർട്ട് റവന്യൂ ഓഫീസാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതിയ കെട്ടിടം നിർമ്മിക്കുന്ന കാട്ടിപ്പരുത്തി വില്ലേജ് കെട്ടിട നിർമ്മാണ പ്രവൃത്തി അന്തിമഘട്ടത്തിൽ. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA സ്ഥലം സന്ദർശിച്ച് പ്രവൃത്തി പുരോഗതി വിലയിരുത്തി. MLA നൽകിയ ശുപാർശ പരിഗണിച്ചാണ് വില്ലേജിനെ സ്മാർട്ട് റവന്യൂ ഓഫീസാക്കി ഉയർത്തുന്നതിന് ഫണ്ട് അനുവദിച്ചത്. 44 ലക്ഷം രൂപ ഉപയോഗിച്ച് 2 നിലകളിലായാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പാണ് കെട്ടിടത്തിന്റെ പദ്ധതി നിർവഹണം നടത്തുന്നത്. പ്രവൃത്തി പൂർത്തീകരിച്ച് കെട്ടിടം ഉടൻ തുറന്നു നൽകാനാകുമെന്ന് MLA പറഞ്ഞു. കേരളത്തിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വ്യത്യസ്തങ്ങളായ വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കുക എന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൽ 9 വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജുകൾ ആക്കാനായിട്ടുള്ള അനുവാദം ലഭിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വില്ലേജ് ഓഫീസാണ് കാട്ടിപ്പരുത്തി വില്ലേജ്. വളാഞ്ചേരി അങ്ങാടിയോടനുബന്ധിച്ച് ഈ ടൗണിനോടനുബന്ധിച്ച് വളരെ പരിമിതമായ സ്ഥലമേ ഉള്ളൂ. പക്ഷേ ഇത് ഇവിടെ വളരെ സൗകര്യപ്രദമായി ഈ കെട്ടിടം പുതുക്കിപ്പണിത് സ്മാർട്ട് വില്ലേജാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കി കുറച്ചുകൂടി വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പുറത്ത് ഈ എസ്റ്റിമേറ്റിൽ വരാത്ത ഫണ്ട് ലഭിക്കാതെ ബാക്കി വെച്ച ഫർണിച്ചർ അടക്കമുള്ള മുതലടക്കമുള്ള പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അത് മുനിസിപ്പാലിറ്റി ചെയർമാനും മെമ്പർമാരുമൊക്കെ ഇവിടെയുണ്ട്. മുനിസിപ്പാലിറ്റി അതിന് ഫണ്ട് വകയിരുത്താൻ ഫർണിച്ചറിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കാട്ടിപ്പരുത്തി വില്ലേജിന് ഏറ്റവും നല്ല സൗകര്യത്തോടു കൂടിയ ഒരു വില്ലേജ് ഓഫീസ് ഉണ്ടാക്കി കൊടുക്കാൻ ഗവൺമെൻറ് സന്നദ്ധത കാണിച്ചതിലും അതിന് വേണ്ട നടപടികൾ എടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കാനും സാധിച്ചതിലും സന്തോഷമുണ്ട്. വില്ലേജ് ഓഫീസർ രാജലക്ഷ്മി പ്രവർത്തന പുരോഗതി വിശദീകരിച്ചു നൽകി. ഇരുമ്പിളിയം, മേൽമുറി എന്നിവിടങ്ങളിലെ വില്ലേജുകൾ ഇതിനകം പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. കോട്ടക്കൽ, പൊന്മള വില്ലേജുകൾ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം എടയൂർ വില്ലേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഭരണാനുമതിയായിട്ടുണ്ട്. MLA നൽകിയ ശുപാർശ പ്രകാരമാണ് മണ്ഡലത്തിലെ 9 വില്ലേജുകളിൽ 6 എണ്ണവും സ്മാർട്ട് വില്ലേജ് ഓഫീസാക്കുന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ, TK ആബിദ് അലി, മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ, രാജൻ മാസ്റ്റർ, CM റിയാസ്, മുജീബ് വാലാസി, ജലാൽ മാനു എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വളാഞ്ചേരി. വലിയ കുന്നങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ശാന്തമായ അന്തരീക്ഷത്തിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അമ്മയ്ക്കും കുഞ്ഞിനും സംരക്ഷണം നൽകുന്നു. ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ്. ധാര, ഉഴിച്ചിൽ, ആവിക്കുളി, ഞവരക്കിഴി, ഇലക്കിഴി തുടങ്ങിയ എല്ലാവിധ ആയുർവേദ ചികിത്സകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ലഭ്യമാണ്. എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ അഭയ ക്രാഡിൽ പ്രസവാനന്തര ചികിത്സാ വിഭാഗത്തിൽ മുഴുവൻ സമയവും ഡോക്ടറുടെ സേവനം ഉണ്ടായിരിക്കുന്നതാണ്. അമ്മയ്ക്കുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം, അഭയയിൽ തന്നെ തയ്യാറാക്കുന്ന മരുന്നുകൾ എന്നിവ ദഹന വ്യവസ്ഥയും ആരോഗ്യ വ്യവസ്ഥയും അനുസരിച്ച് ഡോക്ടർ നിർദ്ദേശിക്കുന്നു. കുഞ്ഞിന്റെ തൂക്കവർദ്ധനവും ആരോഗ്യസ്ഥിതിയും കൃത്യമായി നിരീക്ഷിച്ച് മാത്രം അമ്മയ്ക്കുള്ള ചികിത്സ നിശ്ചയിക്കുന്നു. ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ്, വളാഞ്ചേരി, പട്ടാമ്പി റോഡ്, വലിയകുന്ന്. ഫോൺ 9447 0555575.